ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തയ്ക്കാൻ വേണ്ടി ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. ഇപ്പം ഞാൻ നേരത്തെ വാങ്ങിച്ചതും പിന്നെ കുറച്ച് ഈടായിട്ട് വാങ്ങിച്ചതൊക്കെയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ 2 തയ്യൽ മെഷീൻ ഉണ്ട്. ഇത് ഉഷയുടെ അല്ല, ഒരു 13 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ തയ്യൽ മെഷീൻ. എൻ്റെ വളർച്ചയ്ക്ക് ഉള്ള ഒരേ ഒരു സംഭവം ഇതാണ്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ടേബിൾ ടോപ്പ് മാറ്റിക്കൂടെ, നിങ്ങൾക്ക് ഇത്രയും പിശുക്കത്തരം എന്തിനാ, നിങ്ങൾക്ക് നല്ലൊരു മെഷീൻ വാങ്ങിച്ചൂടെ എന്ന് എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. മെഷീൻ വാങ്ങിക്കാൻ കാശ് ഇല്ലാത്ത കുഴപ്പമില്ല, പക്ഷെ നമുക്ക് വെക്കാനൊരു സൗകര്യത്തിൻ്റെ പ്രശ്നവും കൂടിയുണ്ട്. മനസ്സിലായി? ഇതാകുമ്പോൾ നമുക്ക് യൂസ് ചെയ്തതിന് ശേഷം ഡൈനിങ് ടേബിളിൻ്റെ അടി വെക്കാം. എനിക്കൊരു സ്റ്റിച്ചിങ് റൂമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയ്ക്ക് പിന്നെ നമ്മൾ വലിയ വലിയ മെഷീനൊക്കെ വാങ്ങിച്ചിട്ട് എവിടെ കൊണ്ടുവയ്ക്കാനാണ്. അതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല, എന്നെ മാളൂസ് ടൈലറിംഗ് എന്ന് അറിയപ്പെടുന്നത് ഈ ഒരു മെഷീനിലൂടെയാണ്. അപ്പോൾ ഇതെന്നും എനിക്കൊരു സംഭവം തന്നെയാണ്. ബാക്കി എന്തൊക്കെ മെഷീൻ വന്നാലും ഇത് ഞാൻ UAE നിന്ന് മേടിച്ചോട്ടോ. ഇത് എനിക്ക് എത്ര റേറ്റ് ഓർമ്മയില്ല, പക്ഷെ ഞാൻ വാങ്ങിച്ചത് UAE നിന്നാണ്. അങ്ങനെ റിപ്പയറുകളൊന്നും കാര്യമായിട്ട് വന്നിട്ടൊന്നുമില്ല. ഇടയ്ക്ക് 1-2 തവണ മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്ത സംഭവങ്ങൾ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഈ സിസേഴ്സ് ഇതൊക്കെ ആമസോണിൽ അവൈലബിൾ ആണ്. ഗോൾഡൻ സിസേഴ്സ് നോക്കി തപ്പിക്കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. നല്ല അടിപൊളി സിസേഴ്സാണ്. 250-300 രൂപയോളം ഉണ്ട്. പക്ഷെ നല്ല താഴെ വീഴാതെ സൂക്ഷിക്കാം സിസേഴ്സൊക്കെ എപ്പോഴും. പിന്നെ ഇത് ഫൂട്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആമസോണിലൊക്കെ ഉണ്ട്. ഞാനിതും UAE നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ള ഫൂട്ടിൻ്റെ സെറ്റുകളാണ്. ഇതെല്ലാം ആമസോണും മീഷോയിലെല്ലാം അവൈലബിൾ ആട്ടോ. ഇതെല്ലാം ഉണ്ട്, സെയിം പാറ്റേണിലുള്ളതുണ്ട്. ഇതിൽ നമുക്കിപ്പോൾ പൈപ്പിംഗ് ഫൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ പലതരം ഫൂട്ട്, എലാസ്റ്റിക് വെച്ച് തയ്ക്കുന്ന ഫൂട്ടുണ്ട്, ഡാർണിങ് ഫൂട്ടുണ്ട്, പിന്നെ ഇങ്ങനെ പ്ലീറ്റൊക്കെ വരുന്ന ഗ്യാതറിങ് ഫൂട്ട്, ഇത് കണ്ടോ, ഗ്യാതറിങ് ഫൂട്ടുണ്ട്, പിന്നെ ബട്ടൺ ഹോൾ ഫൂട്ടുണ്ട്. ഇത് ഡാർണിങ് ഫൂട്ടാണ്. എനിക്കത് എപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. പിന്നെ ഇത് ഇതും ബട്ടൺസ് വയ്ക്കുന്ന ഫൂട്ടാണ് കേട്ടോ. ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, കാരണം അല്ലാതെ തന്നെ ഉള്ള പരിപാടി എനിക്ക് വേറെ ഉണ്ട്. ഇത് പൈപ്പിംഗ് ഫൂട്ട്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വെച്ച് പൈപ്പിംഗ് ചെയ്യുന്ന ഫൂട്ടാണ്. പിന്നെ പീക്കോ ഫൂട്ട് ഉണ്ട് കേട്ടോ. എടുക്കാൻ പറ്റണില്ല, മറ്റേ സൈഡൊക്കെ ഉരുട്ടിയടിക്കണ ഫൂട്ടില്ലേ, പീക്കോ ഫൂട്ട്. അതിൻ്റെ തന്നെ 1-2 ടൈപ്പുകളുണ്ട്. പിന്നെ ഇത് സാറ്റിൻ പോലത്തെ മെറ്റീരിയലൊക്കെ ഉപയോഗിക്കുമ്പോൾ തയ്ക്കുന്ന ഫൂട്ടാണ്. ഇത് അടിപൊളി ഫൂട്ടാണ്. അങ്ങനത്തെ കുറേ ഫൂട്ടുകൾ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഇത് എലാസ്റ്റിക് പോലുള്ള മെറ്റീരിയൽസൊക്കെ തയ്ക്കാനായിട്ടുള്ള ഫൂട്ടുകൾ അങ്ങനത്തെ ഉണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഇതൊക്കെ ഞാൻ അങ്ങനെ വാങ്ങിച്ച ഇടയ്ക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യും, അല്ലാത്ത സമയത്ത് നമുക്ക് ആവശ്യമില്ലല്ലോ. പിന്നെ ഇതിപ്പോൾ റീസെൻ്റായിട്ട് ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന ടൈലേഴ്സ് മാർട്ട് എന്ന് പറഞ്ഞാൽ ആലുവ എന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന ആം ഹോൾ കർവ് കേട്ടോ. അതെ സംഭവം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന അടിപൊളി സംഭവം കേട്ടോ. സ്ലീവ് കട്ട് ചെയ്യാൻ ബെസ്റ്റാണ്. അതുപോലെ തന്നെ ഫ്യൂസിങ് ടേപ്പ്, നമുക്കിപ്പോൾ നെക്കൊക്കെ ചെയ്യുമ്പോൾ അടി തിരിച്ച് മറിച്ചിടുമ്പോൾ നമുക്ക് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തയ്ച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഫ്യൂസിങ് ടേപ്പ് അയൺ ചെയ്ത് കൊടുത്താൽ മതി, അതങ്ങ് ഒട്ടിപ്പിടിച്ചോളും. ഫ്യൂസിങ് ടേപ്പ് ഇത് ഞാൻ ടൈലേഴ്സ് മാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇത് നോക്കിക്കേ, ഇത് ഞാൻ പറഞ്ഞിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത്. പിന്നെ അത് പേൾ സെറ്റിംഗ് മെഷീൻ, ഉടുപ്പുകളിലൊക്കെ നമുക്ക് ഇതുപോലെ പേൾസൊക്കെ വെച്ച് കൊടുക്കാനും അങ്ങനെ പൗച്ചുകളിലൊക്കെ വെച്ച് കൊടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. 400 രൂപ കൊടുത്ത് ഞാനത് മറ്റേ ടൈലേഴ്സ് മാർട്ട് ആലുവയിലെ ഷോപ്പിൽ നിന്ന് ഇത് വാങ്ങിച്ചിരിക്കുന്നു കേട്ടോ. അതൊക്കെ പിന്നെ ഇത് ഓൾറെഡി എൻ്റെ കയ്യിൽ ബോബിൻസ് എല്ലാം ഫില്ലായിട്ട് കുറേ ഇരിപ്പുണ്ട്. അപ്പോൾ എക്സ്ട്രാ വാങ്ങിച്ചാണ് ബോബിൻ സെറ്റ്. 5, 10, 15, 20, 25 എണ്ണം ഉണ്ട് കണ്ടോ. അങ്ങനെ ബോക്സിൽ വെച്ചാൽ കെട്ടും പെടില്ല, നൂല് നല്ല കംഫർട്ടബിളായി ഇരിക്കുകയും ചെയ്യും സംഭവം. ഇത് ടൈലേഴ്സ് മാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. ഇതും ടൈലേഴ്സ് മാർട്ടിൽ നിന്നാണ്. ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് ആം ഹോൾ, നമ്മുടെ സാധാരണ ആം ഹോൾ കർവില്ലേ, അത് തന്നെയാണത്. ഇത് കണ്ടോ, ഇത് ആം ഹോൾ കർവാണ്. ഇത് കണ്ടോ, ഇങ്ങനത്തെ. ഇത് നമുക്ക് ആം ഹോൾ കുഴിച്ച് വെട്ടാൻ, നെക്ക് ഇതാക്കാനൊക്കെ അത്. മറ്റത് സ്ലീവ് വെട്ടാനുള്ള ഇതാണ്, ആ മഞ്ഞ കളർ. പിന്നെ ഇത് വന്നിട്ട് ടേപ്പാണ് കേട്ടോ. നമ്മുടെ അളവിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ വെക്കാം. കൈ വശമില്ലാതെ ഇത് കണ്ടോ, ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇടാം. കണ്ടോ,
ഇങ്ങനെ ഇട്ടിട്ട് കണ്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കണ്ടോ, അപ്പോൾ നമുക്ക് എത്ര റൗണ്ടാണ് സ്ലീവിൻ്റെ റൗണ്ട് ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതാട്ടോ ഇത് നമുക്ക് ഡോറി അതുപോലെ തന്നെ ലൂപ്പ് ടേണർ എന്ന് പറയും. നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ ഇങ്ങനെയുള്ളത് നമുക്ക് നേരെ ഇപ്പോൾ നമ്മൾ സാധാരണ ഡോറിയൊക്കെ അടിക്കുമ്പോൾ കണ്ടോ നമ്മൾ നോക്കിക്കോട്ടോ, ഒന്നുകൂടി കാണിച്ചിട്ട് ഇങ്ങനെ ഇടുന്നു. ഇവിടെ അറ്റം ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഇങ്ങനെ ആക്കിയിട്ട് ഈ ഒരു കൊളുത്തി മെല്ലെ ഇങ്ങനെ വലിച്ചാൽ മതി. കണ്ടോ അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഈ കമ്പിക്കുള്ളി കൊള്ളാവുന്നത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ലൂപ്പ് ടേണർ എന്ന് പറയും. ഇതൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ള. അപ്പോൾ ഇതും നല്ല യൂസാട്ടോ. ഞാനിപ്പോൾ ഇതൊന്ന് ബോഡിയിൽ വെച്ച് കാണിച്ചിട്ട് അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും.